Hey everyone, welcome back to my channel. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഈ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്. നമുക്ക് ഏതൊരു ഇന്ത്യൻ വെയറിൻ്റെ കൂടെയും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ചെയ്യുമോയെന്ന്. സോ അതുകൊണ്ടാണ് ഞാനിത് റിക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എൻ്റെ ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുകയാണ്. ഓക്കെ, അത് വന്നിട്ട് പോൺസിൻ്റെ മോയ്സ്ചറൈസർ വെച്ചിട്ടാണ് മോയ്സ്ചറൈസ് ചെയ്യുന്നത്. അത് ചെയ്തതിന് ശേഷം ഒരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. പ്രൈമർ വന്നിട്ട് ലാക്മേയുടെ ബ്ലോ പെർഫെക്റ്റ് പ്രൈമറാണ്. അത് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ണിൻ്റെ അടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ ലൈൻസ് കുറയ്ക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇത് അടിപൊളി ഒരു പ്രൈമറാണ് കേട്ടോ. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കോമ്പാക്ട് പൗഡറാണ്. കോമ്പാക്ട് പൗഡർ വന്നിട്ട് മേബ്ലിൻ്റെ ഫിറ്റ് മീ റേഞ്ചിൽ വരുന്ന കോമ്പാക്ട് പൗഡറാണ്. അതും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ മിക്ക വീഡിയോസിലും ഈ ഒരു ഓർഡറിലാണ് ഞാൻ ബേസ് മേക്കപ്പ് ചെയ്യാറ്. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ഫിനിഷ് കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുകയാണ്. ഇത് വന്നിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ആണ്. അതും യൂസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് അതൊന്ന് ഡ്രൈ ആയിട്ട് വരണം. അതിനുശേഷം ഒരു സ്പഞ്ച് വെച്ചിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ വന്നിട്ട് നൈക്കയുടെ ഫൗണ്ടേഷനാണ്. സ്കിൻ ജീനിയസ് ഫൗണ്ടേഷൻ. അടിപൊളി ഫൗണ്ടേഷനാണ്. നിങ്ങൾക്ക് ഡൂയി ഫിനിഷ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫൗണ്ടേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റിയ ഒരു ഫൗണ്ടേഷനാണ്. റിവ്യൂ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഞാൻ ഐബ്രോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സ്പൂളിലേക്ക് ഞാൻ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് എൻ്റെ ഐബ്രോസ് ഒന്ന് കോംപ് ചെയ്ത് കൊടുക്കുകയാണ്. മുകളിലേക്കാണ് കോംപ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്ത് നോക്കൂ. അടിപൊളിയാണ്. നല്ലൊരു ഫിനിഷ് കിട്ടും ഇങ്ങനെ കോംപ് ചെയ്തിട്ട് ഐബ്രോസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇല്ല, ഐബ്രോ ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. മുകളിൽ ഞാൻ ഒന്നെങ്കിൽ ലിങ്ക് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പോൾ നമ്മളിനി ഐ മേക്കപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഐ മേക്കപ്പ് ചെയ്യാനായിട്ട് നല്ല ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പാലറ്റാണ്, ഐഷാഡോ പാലറ്റാണ്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ റോസ് ഇൻ ദ എയർ എന്ന് പറയുന്ന പാലറ്റ്. നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു പാലറ്റാണ്. ഷെയ്ഡ്സ് എല്ലാം അടിപൊളിയാണ്. അത്യാവശ്യം കുറച്ച് ഷെയ്ഡ്സ് കിട്ടുന്നുണ്ട്. നല്ല പിഗ്മെൻറ്റഡ് ആണ്, നല്ല ബ്ലെൻഡബിളാണ്. അതിൽ ഞാൻ ഒരു ട്രാൻസിഷൻ ഷെയ്ഡ് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാനൊരു ഷിമ്മറി ഷെയ്ഡാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു ഗോൾഡ് കൈൻഡ് ഓഫ് ഷിമ്മറി ഷെയ്ഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. രണ്ട് ഷെയ്ഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരൊറ്റ ബ്രഷാണ് രണ്ടിനും യൂസ് ചെയ്യുന്നത്. ബിഗിനേഴ്സിന് പറ്റിയൊരു മേക്കപ്പാണ്. അപ്പോൾ ഒത്തിരി ബ്രഷസിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഒരു ബ്രഷിൽ തന്നെ നമുക്ക് ഫുൾ മേക്കപ്പ് ചെയ്യാം. ഞാൻ അണ്ടർ ഏരിയയിലും അതിൻ്റെ ട്രാൻസിഷൻ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടോ. അതിനുശേഷം ഞാൻ കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വന്നിട്ട് ഫേസസ് കാനഡയുടെ കാജലാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് കാജൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനുശേഷം ലാക്മേയുടെ അബ്സല്യൂട്ട് റേഞ്ചിൽ വരുന്ന ഐ ലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും നല്ലൊരു പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് നല്ലൊരു ഐ ലൈനർ വേണം, നല്ല ബ്ലാക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇതിൻ്റെ ആപ്ലിക്കേറ്റർ നല്ല അടിപൊളി ആപ്ലിക്കേറ്ററാണ്. പക്ഷേ കുറച്ച് കോസ്റ്റ്ലി സൈഡാണ്. 500 റുപ്പീസിന് താഴെ ആണെങ്കിലും അത് നമുക്ക് കോസ്റ്റ്ലി ആണല്ലോ. ഐ ലൈനറിന് ഇത്രയും രൂപ എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലിയാണ്. സ്റ്റിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രോഡക്റ്റ്. അതും അപ്ലൈ ചെയ്തതിന് ശേഷം ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രോഡക്റ്റാണ് മസ്കാര. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലോറയലിൻ്റെ മസ്കാരയാണ്. അടിപൊളി മസ്കാരയാണ്. ഓക്കെ, ലാഷസ് ഇല്ലാത്തവർക്കും നല്ല വോള്യൂമിനസ് ആയിട്ടുള്ള ലാഷസ് കിട്ടാനായിട്ട് ഈ ഒരു മസ്കാര ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, അതിനുശേഷം ഞാൻ ബ്ലഷിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക്കാണ്. റെഡ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ നമുക്ക് ഒരേ പ്രോഡക്റ്റ് തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ആവുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ബ്ലെൻഡ് ആവാത്ത ലിപ്സ്റ്റിക്കാണെങ്കിൽ പാട് പെട്ടുപോകും. അങ്ങനത്തെ ലിപ്സ്റ്റിക്കൊന്നും എടുത്ത് ബ്ലഷായിട്ട് യൂസ് ചെയ്ത് കേട്ടോ. ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ലിപ്സ്റ്റിക്സ് മാത്രമേ എടുത്ത് ബ്ലഷായിട്ട് യൂസ് ചെയ്യാവൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലഷും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ് ലിപ്സ്റ്റിക്ക്. ഇത് വന്നിട്ട് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. സ്വിസ് ബ്യൂട്ടിയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ് സംഭവം. ഇതും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഷെയ്ഡാണ് കേട്ടോ. നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഷെയ്ഡാണ്. ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് മേക്കപ്പ് ഇവിടെ കഴിഞ്ഞു. സോ ഇതാണ് ഫൈനൽ മേക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പൊട്ടും കമ്മലൊക്കെ ഇല്ലാതെ എന്ത് ഇന്ത്യൻ വെയർ അല്ലേ.
എത്നിക് വെയറൊക്കെ ആകുമ്പോഴത്തേക്കും പൊട്ടൊക്കെ നിർബന്ധമാണ്. പൊട്ട് വയ്ക്കുക. പിന്നെ അവസാനമായിട്ട് നമ്മുടെ കമ്മലിടുക. ഇത് വന്നിട്ട് സിൽവർ ഓക്സിഡൈസ് ജ്വല്ലറി. ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓക്കെ, ഇതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഏകദേശം ഇവിടെ കഴിഞ്ഞു. ഈ ഒരു മേക്കപ്പ് ലുക്ക് സിമ്പിളാണ്, ഭയങ്കര ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.